മെയിൻ കോഴ്സ് ആയിട്ട് കഴിക്കുന്ന ഫുഡുകളുണ്ട്, അതിന്റെ ഒരു കമ്പാരിസൺ ചെയ്യാം. ചോറാണോ ചപ്പാത്തിയാണോ ബെറ്റർ? ഡെഫിനറ്റ്ലി ചപ്പാത്തിയാണ് ബെറ്റർ, കാരണം അത് ഹോൾ ഗ്രെയിൻ ആണ്. ചോറിൽ നമ്മൾ പോളിഷ്ഡ് അല്ലാതെ റൈസ് ബ്രാൻഡുള്ള ചോറാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ചപ്പാത്തി ഇസ് ബെറ്റർ ദാൻ ചോറ്. ചോറും നെയ്ച്ചോറും ചോദിച്ചാലോ? ഡെഫിനറ്റ്ലി ചോറാണ് ബെറ്റർ, പക്ഷെ അതും തവിടുള്ള ചോറായിരിക്കണം. നെയ്ച്ചോറിൽ കുറെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഹൈ ഫാറ്റ് ആണ്. സോ ചോറ്. പൊറോട്ടയും ഇടിയപ്പവും? പൊറോട്ട ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാത്ത സാധനം നമുക്കറിയാം. ഇടിയപ്പം അഗെയിൻ കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ എന്നാലും അത് സ്റ്റീംഡ് ആണ്. അതുകൊണ്ട് പൊറോട്ടന്റെ അത്ര നെഗറ്റീവ് ഇല്ല, പക്ഷെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രം. ചപ്പാത്തിയും പത്തിരി? ഡെഫിനറ്റ്ലി ചപ്പാത്തി ഇസ് ബെറ്റർ, കാരണം പത്തിരി എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് ആണല്ലോ, ചപ്പാത്തി ഹോൾ ഗ്രെയിൻ ഗോതമ്പെന്ന് വരുന്നതല്ലേ. ചപ്പാത്തി ഇസ് ബെറ്റർ. ഓട്സ് വേഴ്സസ് കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മ്യൂസ്ലി പോലത്തെ കാര്യങ്ങൾ ചോദിച്ചത്. ഇത് നമ്മൾ ആളുകള് ഇപ്പൊ ഭക്ഷണങ്ങളൊക്കെ സാധാരണ കഴിക്കുന്ന ഭക്ഷണം റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ ഓട്സ് ആണ് കഴിക്കുന്നത് വലിയൊരു അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ ഓട്സും അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ഓട്സ് ഇസ് നത്തിങ് ബട്ട് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ദിസ് ഇസ് അനദർ, നമ്മൾ ചോറിന് ബദൽ വേറെ സാധനം കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിലൊരു ചെറിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ച് ഫൈബർ കണ്ടന്റ് അധികമുണ്ട്, കോൺഫ്ലേക്സിൽ അത്ര ഇല്ല. അപ്പൊ രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ ഓട്സ് വിൽ സ്കോർ കുറച്ച് മറ്റേതിനേക്കാളും ബെറ്റർ.